നല്ല ഉറക്കമാണ് കേട്ടാ. അപ്പൊ ഈ ടൈമിലാണ് ഞാൻ രാവിലെ ജിമ്മിൽ പോയി വരുന്നത്. ഒരു നീണ്ട ലീവിന് ശേഷം ഇപ്പൊ പോയി തുടങ്ങിയിട്ട് കുറച്ചു ദിവസമേ ആവുന്നുള്ളൂ കേട്ടാ. അങ്ങനെ വർക്കൗട്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇതേ നേരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് തൊടുപുഴ വരെ പോകണം. അതുകൊണ്ട് തന്നെ ഞാൻ വന്നപ്പോഴത്തേക്കും ഇനാമി ഉമ്മി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ കുളി കഴിഞ്ഞ് ഇനാമിക്ക് ഒരു ഉറക്കമുള്ളതാണ്. അത് ഉറങ്ങാൻ പറ്റാത്തതിന്റെ വാശിയിലാണ് കേട്ടോ ആള്. കൂടാതെ ഈ സാധനം ഞാൻ മുടി കെട്ടാൻ എടുത്തപ്പോ കണ്ട്. അപ്പൊ അത് വേണോന്നും പറഞ്ഞ് നല്ല വാശിയായിരുന്നു. അങ്ങനെ അവൾ അത് കൊടുത്ത് അടക്കിയിരുത്തിയിട്ട് ഞാൻ വേഗം പോയി റെഡിയാവാൻ കയറി. എത്രയൊക്കെ ഡ്രസ്സിനെ ഉണ്ടെങ്കിലും എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പം ഏതിടൂ എന്നുള്ള സംശയമായിരിക്കും. ഏതൊക്കെ ഇട്ട് നോക്കിയിട്ടും ഡ്രസ്സിന്റെ കുഴപ്പം കൊണ്ടാണോ ഇനി എന്റെ കുഴപ്പമാണോന്ന് അറിയത്തില്ല, എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കൈ കിട്ടിയ ഒരെണ്ണം എടുത്തിട്ട് വേഗം നമ്മൾ ഇറങ്ങി കേട്ടാ. ബാക്കി റെഡിയാവലൊക്കെ കാറി ഇരുന്നാകാം. അപ്പൊ ഇനാമി ഇതേ ഫ്രണ്ടിൽ ഉമ്മയായിട്ട് സേഫ് ആയിട്ട് ഇരിപ്പുണ്ട്. വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഇനാമി വേഗം ഉറങ്ങിക്കോളും. അതൊരുവിധം എല്ലാ പിള്ളേരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. കാറി കയറി കഴിഞ്ഞാൽ മിക്ക കാറി കയറിയാലും എന്റെ അവസ്ഥ ഇതായിരിക്കും കേട്ടാ. കാരണം AC ഇട്ടാ അപ്പൊ എനിക്ക് ഛർദ്ദിക്കണം. നല്ല രീതിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്നോളാണ് കേട്ടോ. ചെണ്ടയുടെ കൊട്ടും ബഹളവും എല്ലാം കേട്ടപ്പോഴത്തേക്കും ദേ ആൾ എണീറ്റ്. ഉറക്കപ്പിച്ചിലായോണ്ട് തന്നെ ആൾക്ക് എന്താ നടക്കുന്നത്, എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അതുകൊണ്ട് കുറെ നേരം നമ്മൾ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ നോക്കിയിരിക്കുവായിരുന്നു. സ്കൂള് തുറന്ന ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയും ചെറിയ ചെറിയ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ആയതുകൊണ്ട് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ പോയ റോഡ് കുറെ വളവും തിരിവും ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ തലവേദനയും അതുപോലെ തന്നെ ഛർദ്ദിക്കാനും വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് AC ഓഫ് ചെയ്ത് ഗ്ലാസ് തുറന്നിട്ട്, പക്ഷെ എന്നിട്ടും ഒരു രക്ഷയില്ല. എനിക്ക് എന്തോ ഒരുമാതിരത്തെ ഫീൽ ആയിരുന്നു കേട്ടോ. ഞാൻ പറയാതെ തന്നെ ഇത് വരുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാകും. ലാസ്റ്റ് എന്ത് ചെയ്യണോന്ന് ഒരു ഐഡിയ ഇല്ലാതെ ഒരു കടയിൽ കയറി അച്ചാർ മേടിച്ച് അതും കഴിച്ചിരുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഫുഡും കൂടെ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഛർദ്ദിക്കും. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാതെ ലൈറ്റായിട്ട് എന്തോ കഴിച്ചിട്ടായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോഴത്തേക്കും എന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. കാരണം എനിക്കാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. കഴിച്ചാലിട്ട് ഛർദ്ദിക്കുകയും ചെയ്യും. ഛർദ്ദിക്കുന്നതുകൊണ്ട് ഫുഡ് ഇട്ട് കഴിക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇതിന്റെ ഇടയിൽ ഞാൻ ഇവിടെ വന്നതിന്റെ കാര്യം എന്താന്നുള്ളത് പറയാൻ മറന്ന്. ഏകദേശം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പൊന്നൂന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊടുപുഴ അല്ലസർ കോളേജ് വരെ വന്നതാണ് കേട്ടോ. ഞങ്ങളെ പോലെ അഡ്മിഷൻ എടുക്കാൻ വന്ന ഒരുപാട് പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതും മലപ്പുറവും കോഴിക്കോടും ദൂരത്തു നിന്നൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോസ്റ്റലൊക്കെ കയറി കണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കോമ്പൗണ്ടിന്റെ അകത്ത് തന്നെയായിരുന്നു കേട്ടോ കോളേജിന്റെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ കോളേജിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി ഒരു റെസ്റ്റോറന്റിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറ് കഴിക്കണ വേറെ എന്തെങ്കിലും കഴിക്കണ എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ ഞാൻ. കാരണം എന്തെങ്കിലും കഴിച്ചിനി ഛർദ്ദിച്ചാലോ എന്നുള്ള നല്ല പേടി എനിക്കുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് എന്റെ അവസ്ഥ. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ആ ടൈമിൽ ഞാൻ ഇനാമിക്ക് വേണ്ടി ഒരു യോഗട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് വന്ന് അതും കഴിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഫുഡ് കഴിച്ച മയക്കത്തിൽ കാറി കയറി ഉടനെ എന്തോ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോയ അത്ര ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കുണ്ടായിരുന്നു.